ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയാൽ വീണ്ടും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വന്ന് ഈ വൈകുന്നേരത്തെ വചന പഠനത്തിനായിട്ട് ഒരുമിച്ച് സന്തോഷിപ്പാൻ കൂടി വരുവാൻ ദൈവം കൃപ തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. TBFൻ്റെ ഈ ബൈബിൾ സ്റ്റഡി പ്രോഗ്രാമിൽ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. കർത്താവിൻ്റെ ദാസൻ ബ്രദർ ഫിന്നി വി ജോൺ അവറുകൾ ഇന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസനെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല TBFൻ്റെ പ്രവർത്തനങ്ങളെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. നാം എല്ലാവരും ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെരൂർക്കടയിലുള്ള പ്രിയ ജോൺസച്ച മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ എല്ലാ സാവകാശത്തിനായും സ്തുതിക്കുന്നു. കർത്താവെ, ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമാകുവാൻ തക്കവണ്ണം കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ ദേശത്തിന് കർത്താവ് ഇത് അധികം പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം, കർത്താവിനെ അറിയുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം കർത്താവെ, ഈ മീറ്റിങ്ങിൽ കൂടെ കർത്താവ് അനേകരിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. കർത്താവെ, ഇന്ന് വചനം തരുന്നായ ദാസനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നിൻ്റെ സംസാരം ഞങ്ങൾക്ക് അധികമായിട്ട് കർത്താവെ ഞങ്ങളുടെ ആത്മാവിൽ പ്രയോജനം ലഭിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. വന്നു ചേരുവാനുള്ളവരെല്ലാം തക്ക സമയത്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാ കർത്താവിൻ്റെ കൂട്ടായ്മ അധികമായിട്ട് ഞങ്ങൾക്ക് നേടുവാൻ തക്കവണ്ണം കർത്താവ് സഹായമായിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് വീണ്ടും കർത്താവിൻ്റെ സന്ധ്യയിൽ ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ മീറ്റിംഗ് പ്രാർത്ഥനയോടെ ആരംഭിപ്പാൻ ദൈവം കൃപ ചെയ്തു. നമ്മളെല്ലാം ദൈവസന്നിധിയിൽ ഇന്നത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. 1-2 ഗാനങ്ങൾ കേട്ട് നമുക്ക് വേദ പഠനത്തിനായിട്ട് തിരിയാം. കർത്താവിൻ്റെ ദാസൻ ബ്രദർ ജോൺ സി ദാസ് അവറുകൾ ഒരു ഗാനം ആലപിക്കുന്നു. TK ചമുൽ സാറിൻ്റെ രചനയിൽ വളരെ അനുഗ്രഹീതമായ, വളരെ പരിചിതമായ ഒരു ഗാനം, ആരുമില്ല നീ ഒഴികെ ചാരുവാനുള്ള പാരിലൻ പ്രിയ എന്ന് തുടങ്ങുന്ന വളരെ അനുഗ്രഹീതമായൊരു ഗാനം കർത്താവിൻ്റെ ദാസൻ പാടുമ്പോൾ നമുക്കും ആ ഗാനത്തോട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഗാനം ആലപിപ്പാൻ ദൈവത്തിൻ്റെ ദാസനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരിലൻ പ്രിയ. നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം, നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം, നിന്തിരുമാറിൽ ചാരുമ്പോഴല്ലാശ്വസിക്കുന്നു. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരിലൻ പ്രിയ. എളിയവർ തൻ മക്കൾ ഈ ലോകമേതും
അനുകൂലമല്ലല്ലോ നാഥ. എളിയവർ തന്മക്കൾക്ക് ഈ ലോകമേതും അനുകൂലമല്ലല്ലോ നാഥ. വലിയവനാം നീ അനുകൂലമാണ്, ഫലവും മഹിമയും നീതാ. വലിയവനാം നീ അനുകൂലമാണ്, ഫലവും മഹിമയും നീതാ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരില്ലൻ പ്രിയ. പ്രിയരെന്നു കരുതുന്ന സഹചരനാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയരെന്നു കരുതുന്ന സഹചരനാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയനേ നിൻ സ്നേഹം കുറയാതെ എന്നിൽ നിയതം തുടരുന്നു മന്നിൽ. പ്രിയനേ നിൻ സ്നേഹം കുറയാതെ എന്നിൽ നിയതം തുടരുന്നു മന്നിൽ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരില്ലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരില്ലൻ പ്രിയ. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം. നിൻ തിരുമാറി ചാരുമ്പോഴല്ലാതാശ്വസിക്കുമോ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരില്ലൻ പ്രിയ. നാം ഒരു കാലഘട്ടത്തിൽ കേട്ടുമറന്ന ഒരു ഗാനമായിരുന്നു യഹോവയിലെ ദാതാവാം ദൈവം. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. ആ ഗാനം കൂടെ കേട്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിയാം. അറിയാവുന്ന ഒരു പാട്ട് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കും. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫാ സൗഖ്യദായകൻ, തന്നടിപ്പീണരാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി
നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താൽ ഉളവായെല്ലാം. യഹോവ ഇല്യോൻ അത്യുന്നതൻ നീ, നിന്നെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ ഈരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. ദൈവവചന പഠനത്തിനായിട്ട് നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഫിന്നി വി ജോൺ അവറുകൾ ഇന്ന് രാത്രിയിൽ ദൈവവചനം നമ്മോട് സംസാരിക്കും. നമ്മോടാണ് സംസാരിക്കുന്നത് എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവ മക്കളും വിശ്വാസവും വൈദ്യശാസ്ത്രവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കർത്താവിൻ്റെ ദാസൻ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. ആ വാക്കുകൾ കേട്ട് കർത്താവിനോടുള്ള അനുസരണത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ കർത്താവിൻ്റെ ദാസനെ ദൈവവചന പഠനത്തിനായിട്ട് ക്ഷണിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്കെല്ലാവർക്കും ഇപ്രകാരം കടന്നു വന്ന് അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാനും ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ തക്കവണ്ണം ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്രകാരം ഈ മീറ്റിംഗ് ഇവിടെ ഇങ്ങനെ നടത്തപ്പെടുന്നത്. എന്നിരുന്നാലും ഇത്രയധികം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവമക്കൾ കടന്നു വന്നു. അതോർത്ത് ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അടിയനും ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാനായിട്ട് സാധിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ വിശ്വാസവും വൈദ്യശാസ്ത്രവും
എന്ന് പറയുന്ന ഒരു വലിയ ഒരു വിഷയമാണ്. അതിലെ എല്ലാ കാര്യങ്ങളൊന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും സമയത്തിനുള്ളിൽ, ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധനായ ഒരു ജേർണലിസ്റ്റാണ് ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു പ്രോഗ്രാമാണ് നമ്മൾ തമ്മിൽ, അല്ലെങ്കിൽ തമ്മിൽ എന്നറിയപ്പെടുന്ന ഒരു പ്രോഗ്രാം, ഒരു TV പ്രോഗ്രാം. അപ്പോൾ വാസ്തവത്തിൽ ആ ഒരു പ്രോഗ്രാം കണ്ടപ്പോഴാണ് വാസ്തവത്തിൽ ഈ ഒരു വിഷയം എടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചത്. അതിലെ അന്ന് ഞാൻ കണ്ട ആ പ്രോഗ്രാമിൽ അതിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കാം അത് കണ്ടക്ട് ചെയ്യപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലെ പ്രധാന ആശയം, അല്ലെങ്കിൽ അതിൽ ഉയർന്നു കേട്ട പ്രധാനപ്പെട്ട ഒരു വാദം ഇതാണ്: ക്രിസ്ത്യാനികൾ, കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ, അത്ഭുത രോഗശാന്തി നൽകുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തെ അവർ ആശ്രയിക്കുന്നത് എന്തിനാണ്? അവർ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചാൽ പോരെ? അപ്പോൾ നിങ്ങൾ വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ്? വൈദ്യശാസ്ത്രത്തെ നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ബൈബിൾ തെറ്റാണ്. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മണ്ടത്തരമാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല എന്ന നിലയിൽ ആ സംവാദത്തെ കൊണ്ടുപോകുവാൻ പലരും അതിലിരിക്കുന്ന എല്ലാവരുമല്ല, പലരും ശ്രമിച്ചു. പ്രധാനമായിട്ടും നിരീശ്വരവാദികളാണ് ഈ കാര്യങ്ങളിൽ അവർ ഈ വാദങ്ങൾ നിരത്തിയതായിട്ട് നമുക്ക് കാണാൻ, ഞാനത് കേൾക്കുകയുണ്ടായി. അപ്പോൾ ഇത് വളരെ അധികമായിട്ട് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നൊരു വാദമാണ്. പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ കോളേജുകളിലും നമ്മുടെ സഹപ്രവർത്തകരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: നിങ്ങൾ ക്രിസ്തുവിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തു രോഗം സൗഖ്യമാക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്നു? നിങ്ങൾ മെഡിസിനെ എന്തുകൊണ്ട് ആശ്രയിക്കുന്നു? അപ്പോൾ ഇത് തമ്മിലൊരു കോൺട്രഡിക്ഷനില്ലേ, വിരോധാഭാസമില്ലേ? അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളെങ്ങനെ മറുപടി കൊടുക്കണം എന്ന് നാം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം എന്താണ് നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന കാര്യമെന്നും എന്തിനാണ് നമ്മൾ വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്നു എന്ന് കുറഞ്ഞപക്ഷം നമ്മളെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് ഒന്ന് ചിന്തിക്കാം എന്ന് കരുതിയത്. ജെയിംസ് വർഗീസ് അങ്കിളൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ എൻ്റെ പരിമിതമായ അറിവ് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം എപ്പോഴും അത്ഭുതങ്ങളിലൂടെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയല്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ദൈവം സർവശക്തനാണ്. ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. എങ്കിലും എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും ദൈവം അത്ഭുതങ്ങളിലൂടെ അല്ല പ്രവർത്തിക്കുന്നത്. മറിച്ച് സാധാരണമായ ആ പ്രക്രിയകളിലൂടെ, അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങളിലൂടെ, മനുഷ്യരിലൂടെ ഒക്കെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇതിന് പിന്നിലുള്ള ഡോക്ട്രിൻ എന്താണെന്ന് ചോദിച്ചാൽ ദ ഡോക്ട്രിൻ ഓഫ് സെക്കൻഡറി കോസസ്, ദ്വിതീയ കാരണങ്ങളുടെ ഉപദേശം എന്നാണ് വേദ പണ്ഡിതന്മാർ ഇതിനെ വിളിക്കുന്നത്. അത് ഞാൻ വിശദമാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ദൈവം സാധാരണ ഉപാധികൾ ഉപയോഗിച്ച്, സാധാരണ കാര്യങ്ങൾ ഉപയോഗിച്ച് പല സന്ദർഭങ്ങളിൽ ചരിത്രത്തിലായാലും ഈ കാലഘട്ടത്തിലായാലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം എപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം,
ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് അവരെ വഴി നടത്തി. അവർക്ക് പ്രത്യേകിച്ച് അവരുടെ ആഹാരത്തിനായിട്ട് യാതൊരു കുറവും വന്നില്ല. അവർക്ക് മന്ന കൊടുത്ത് ദൈവം അവരെ 40 വർഷം വഴി നടത്തി. എന്നാൽ നമ്മൾ പിന്നീട് എന്താ വായിക്കുന്നത്? യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോശുവയുടെ പുസ്തകം അത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. ആ വാക്യം വായിക്കുമ്പോൾ എന്താണ് ഞാൻ പറയുന്നതിന് ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം അതൊന്ന് ആർക്കെങ്കിലും സഹോദരന്മാർക്ക് ഒന്ന് എടുത്തു വായിക്കാം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. അവിടെ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ ആണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. വളരെ വ്യക്തമാണ്, കാര്യം വളരെ വ്യക്തമാണല്ലേ. ദേശത്തിൻ്റെ വിളവ് തന്ന പിറ്റേ ദിവസം തൊട്ട് എന്ത് സംഭവിച്ചു? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? മന്ന നിന്നുപോയി. 40 വർഷം വളരെ അത്ഭുതകരമായിട്ട് ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു. അത് ശരിക്കും ഒരു അത്ഭുതമാണ്, പ്രകൃത്യാതീതമായ ഒരു കാര്യമാണ്. എന്നാൽ അവർ കനാൻ ദേശത്ത് എത്തി പിറ്റേ ദിവസം, അല്ലെങ്കിൽ അവർക്ക് വിളവ് തന്ന പിറ്റേ ദിവസം തൊട്ട് എന്ത് സംഭവിച്ചു? മന്ന നിന്നുപോയി. അതിനുശേഷം ദീർഘവർഷങ്ങൾ അവരെങ്ങനെയാണ് ആഹാരം കഴിച്ചത്? സുദീർഘമായ വർഷങ്ങൾ എങ്ങനെയാണ് ആഹാരം കഴിച്ചത്? അവർ അധ്വാനിച്ച ആ വിളവ് തിന്നാണ് അവർ ജീവിച്ചത്. നോക്കാം, 40 വർഷം ദൈവം അത്ഭുതമായിട്ട് പ്രവർത്തിച്ചു. കാരണം അവിടെ അവർക്ക് കൃഷി ചെയ്യുവാനായിട്ട് സാഹചര്യമില്ല, അവർക്കതിനുള്ള കഴിവോ മറ്റ് റിസോഴ്സോ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ഒന്നും സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ പ്രകൃത്യാതീതമായിട്ട് പ്രവർത്തിച്ചു. എന്നാൽ വാസ്തവത്തിൽ അവർ കനാൻ ദേശത്തെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് നല്ല പ്രകൃതി രമണീയമായ ഒരു ദേശമാണ് അവർക്ക് ലഭിച്ചത്. നല്ല ഫലഭൂയിഷ്ടമായ മണ്ണവർക്ക് ലഭിച്ചു. അതുകൊണ്ട് ദൈവം ആ അത്ഭുതം നിർത്തിക്കളഞ്ഞു. സാധാരണമായ നിലയിലൂടെ, സാധാരണമായ പ്രകൃതിയിലൂടെ ദൈവം അവർക്ക് ആഹാരം നൽകി. അപ്പോൾ ദിസ് ഈസ് ദ ഡോക്ട്രിൻ ഓഫ് സെക്കൻഡറി കോസസ്, ദ്വിതീയമായ കാരണങ്ങൾ എന്ന് പറയാൻ കാരണം ഇതാണ്. നമുക്കറിയാം, ദൈവമാണ്, ഗോഡ് ഈസ് ദ ഫസ്റ്റ് കോസ്. ദൈവമാണ് എല്ലാത്തിനും കാരണഭൂതൻ. ഹി ഈസ് ദ പ്രൈമറി കോസ്. ദൈവമാണ് ഈ ഭൂമിയിൽ കാണുന്ന, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിൻ്റെയും കാരണക്കാരൻ. എന്നാൽ പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? സെക്കൻഡറി മീൻസിലൂടെയാണ്. സെക്കൻഡറി മീൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രകൃതി നിയമങ്ങളിലൂടെ, ദൈവം സൃഷ്ടിച്ച മനുഷ്യരിലൂടെ, അങ്ങനെയാണ് പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ദ ഡോക്ട്രിൻ ഓഫ് സെക്കൻഡറി കോസ് എന്ന് പറയുന്നത്, ദ്വിതീയ കാരണങ്ങളുടെ ഉപദേശം. നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എപ്പോഴും ദൈവം അത്ഭുതം പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ പറയുന്ന പോലെ എപ്പോഴും അത്ഭുതങ്ങൾ ചെയ്തെങ്കിലേ ദൈവമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തി ദൈവമല്ല, അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്നു. അപ്പോൾ ദൈവം പലപ്പോഴും സെക്കൻഡറി മീൻസിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. പ്രകൃതി നൽകിയിരിക്കുന്ന പ്രകൃതി നിയമങ്ങളിലൂടെ, മനുഷ്യരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. അവിടെയും സാധാരണമായ ഒരു പ്രക്രിയയിലൂടെ, ഒരു സാധാരണ മെത്തേഡിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതും ഈ ലോ ഓഫ് സെക്കൻഡറി കോസിന് നല്ല ഒരു എക്സാമ്പിളാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. ഇവിടെ എന്താ നെഹമ്യാവ് പറയുന്നത്? ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ശരിയാണ്, പ്രാർത്ഥിക്കണം. എന്നിട്ട് എന്താ ചെയ്തത്? രാവും പകലും അവർ നിമിത്തം കാവൽക്കാരെ, അല്ലെ അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? അവർ നിമിത്തം, ആര് നിമിത്തം? അവരുടെ ശത്രുക്കൾ നിമിത്തം നെഹമ്യാവ് കാവൽക്കാരെ അവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. നോക്കുക, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നെഹമ്യാവിൻ്റെ സാമാന്യ ബുദ്ധിക്കനുസരിച്ച് നെഹമ്യാവ് പ്രവർത്തിക്കുകയാണ്. ആരാണ് നെഹമ്യാവിന് ഈ ബുദ്ധി കൊടുത്തത്? ആരാണ് കൊടുത്തത്?
ദൈവം തന്നെയാണ്. അപ്പോൾ പ്രൈമറി കോസ് ദൈവം തന്നെയാണ്. പക്ഷേ എപ്പോഴും ദൈവം നേരിട്ടിറങ്ങി വന്ന് ദൂതന്മാരെ നിർത്തി കാവൽ ചെയ്യുവാനൊന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല. പലപ്പോഴും നമ്മളും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ പലപ്പോഴും നമ്മൾ ജീവിക്കാറുണ്ട്. എപ്പോഴും ദൈവം അത്ഭുതം പ്രവർത്തിക്കണം, അത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിൽ ദൈവത്തിന് എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവിടെ നോക്കുക, നെഹമ്യാവിന് അവിടെ കാവൽക്കാരെ നിർത്തുവാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതിനുള്ള ബുദ്ധിയും അതിനുള്ള ശക്തിയും അധികാരവും ഒക്കെ നെഹമ്യാവിന് ഉണ്ട്. ആ റിസോഴ്സസ് നെഹമ്യാവിനുണ്ട്. അതുകൊണ്ട് ദൈവം ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല. നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ പ്രാർത്ഥിച്ച ഉടനെ അവിടെ ദൂതന്മാരെ ഇറക്കി അവർക്ക് ചുറ്റും കാവൽ നിർത്തുന്നില്ല. മറിച്ച് നെഹമ്യാവിന് ദൈവം അതിനുള്ള വിവേകം കൊടുക്കുന്നു. ശത്രുക്കൾ നിമിത്തം എന്ത് ചെയ്യുന്നു? അവർ രാവും പകലും അവിടെ കാവൽക്കാരെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നിലയിൽ മനുഷ്യൻ തൻ്റെ റെസ്പോൺസിബിലിറ്റി, തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ച് മുന്നോട്ട് പോകണം. ഒരു വിശ്വാസി തൻ്റെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് തനിക്ക് കൊടുത്തിരിക്കുന്ന റിസോഴ്സസ് ഉപയോഗിച്ച് പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ മനുഷ്യൻ ആശ്രയിക്കുന്നത് യാതൊരു തെറ്റുമില്ല. കാരണം അത് ദൈവമാണ് ഈ വൈദ്യശാസ്ത്രത്തെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർമാരെ ആക്കി വെച്ചിരിക്കുന്നത് വൈദ്യശാസ്ത്ര നിയമങ്ങൾ ദൈവം ഇവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ പ്രക്രിയയിൽ ആശ്രയിക്കുവാനായിട്ട് നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. ദൈവം പലപ്പോഴും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ചരിത്ര സംഭവം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പെനിസിലിൻ കണ്ടുപിടിച്ച വ്യക്തിയെ നമുക്കറിയാം. ആരാണ് പെനിസിലിൻ കണ്ടുപിടിച്ചത്? കുറച്ച് പറയാം, കേൾക്കുന്നില്ല. അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെനിസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ്. അപ്പോൾ അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെ ആ കണ്ടുപിടുത്തം അത് വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ഇങ്ങനെയായിരുന്നു. സ്വാഭാവികമുണ്ടായിരിക്കുന്ന ഒരു പൂപ്പൽ, ആ പൂപ്പലിനെയാണ് പെൻസീലിയം എന്ന് പറയുന്നത്. പെൻസീലിയം അത് സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു ഫംഗസാണ്, ഒരു പൂപ്പലാണ്. അപ്പോൾ ഈ പെൻസീലിയത്തിന് ബാക്ടീരിയകളെ കൊല്ലാൻ കഴിയുമെന്ന് അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടെത്തി. ബാക്ടീരിയകളെ കൊല്ലാൻ കഴിയുമെന്ന് താൻ കണ്ടെത്തി. അപ്പോൾ വാസ്തവത്തിൽ ഇത് പ്രകൃതിയിൽ ഉണ്ടായിരുന്നൊരു കാര്യം, ദൈവം വെച്ചിരുന്ന ഒരു കാര്യം. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്തു ചെയ്തു? അത് കണ്ടെത്തി, അത് മാനവരാശിയുടെ പ്രയോജനത്തിനായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ ദൈവം പ്രകൃതിയിൽ പല കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പല നിയമങ്ങൾ, പല ദൈവത്തിൻ്റെ പല സൃഷ്ടിയിലൂടെ, പ്രകൃതി നിയമങ്ങളിലൂടെ മനുഷ്യന് സൗഖ്യം നൽകുന്ന പല കാര്യങ്ങൾ ദൈവം ഈ പ്രകൃതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തെ ആശ്രയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഒരു വിശ്വാസിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇത് കണ്ടെത്തി. ഇത് ലോകത്തിന് വലിയ പ്രയോജനം വന്നു, എല്ലാവർക്കും വലിയ പ്രയോജനം, അത് മുഴുവൻ മാനവരാശിക്കും വലിയ പ്രയോജനകരമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി, നമുക്ക് തന്നിരിക്കുന്ന വിവേകം, പ്രകൃതിയിൽ നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സസ്, ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എപ്പോഴും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം എന്നത് ദൈവത്തിൻ്റെ പൊതുവായ കൃപയുടെ ഒരു ഭാഗമാണ്. ദൈവത്തിൻ്റെ കോമൺ ഗ്രേസിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കറിയാം, പ്രത്യേകമായ കൃപയുമുണ്ട്, പൊതുവായ കൃപയുമുണ്ട്. എന്താണ് പ്രത്യേകമായ കൃപ? സ്പെഷ്യൽ ഗ്രേസ് എന്ന് പറയുന്നതാണ്. സ്പെഷ്യൽ ഗ്രേസുമുണ്ട്, കോമൺ ഗ്രേസുമുണ്ട്. എന്താണ് സ്പെഷ്യൽ ഗ്രേസ്? പ്രത്യേകമായ കൃപ. നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ, അതാണ് പ്രത്യേകമായ കൃപ എന്ന് പറയുന്നത്. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ നാം രക്ഷിക്കപ്പെട്ടവരായി തീരുന്നു. എന്നാൽ അതേസമയം
കോമൺ ഗ്രേസ് ഉണ്ട്, പൊതുവായ ഒരു കൃപ ദൈവം അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും ഒരുപോലെ കൊടുക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. ഉദാഹരണത്തിന് നമുക്ക് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം. അവിടെ എന്താ നാം കാണുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവൻ എന്താ വായിക്കുന്നത്? ഒന്ന് വായിക്കാം. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പൊതുവായ കൃപ എന്ന് പറയുന്നത്. ദൈവം ദുഷ്ടന്മാരെന്നോ നീതിമാന്മാരെന്നോ എന്ന് നോക്കാതെ ഒരു പൊതുവായ ഒരു അനുഗ്രഹം മുഴുവൻ മാനവരാശിക്കും കൊടുക്കുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വാസ്തവത്തിൽ വൈദ്യശാസ്ത്രം, മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഈ പൊതുവായ കൃപയുടെ ഒരു ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൃഷിയിൽ ദൈവം മഴ പെയ്യിപ്പിക്കുന്നത് പോലെ നമുക്ക് ദൈവം സൂര്യവെളിച്ചം തരുന്നത് പോലെ, മഴ തരുന്നത് പോലെ വൈദ്യശാസ്ത്രവും ഇത് ദൈവത്തിൽ നിന്ന് വേർപെട്ട ഒരു കാര്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. വൈദ്യശാസ്ത്രം ദൈവത്തിൻ്റെ പൊതു കൃപയുടെ ഭാഗമാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു നിരീശ്വരവാദി ഇങ്ങനെ പറഞ്ഞേക്കും, ശാസ്ത്രമാണ്, വൈദ്യശാസ്ത്രമാണ് എന്നെ സുഖപ്പെടുത്തിയ, ദൈവമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മറുപടി? എന്താണ് മറുപടി? ഈ നിരീശ്വരവാദിയെ സുഖപ്പെടുത്തിയ ഡോക്ടർക്ക് അല്ലെങ്കിൽ ആ ശാസ്ത്രജ്ഞന് ആരാണ് ബുദ്ധി കൊടുത്തത്? ആരുടെ ബുദ്ധിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഇനി ഈ മരുന്നിന് ചില രാസഗുണങ്ങളുണ്ട്, ചില കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ രാസഗുണങ്ങൾ എവിടെ നിന്ന് വന്നു? ഇതിനെല്ലാം ഇദ്ദേഹം മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് എവിടെ നിന്ന് വന്നു? മാത്രമല്ല ജൈവശാസ്ത്രപരമായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് അനുസരിച്ച് ഈ ഡോക്ടറും ഈ മരുന്നും പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇദ്ദേഹം സുഖപ്പെട്ടത്. അപ്പോൾ ഈ നിയമങ്ങൾ ആര് വെച്ചിരിക്കുന്നു? പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി പോലുള്ള ചില കാര്യങ്ങൾ, ചില നിയമങ്ങൾ. നമ്മുടെ ശരീരമെല്ലാം പ്രവർത്തിക്കുന്നത് ബയോളജിക്കൽ ലോസിൻ്റെ അടിസ്ഥാനത്തിലാണ്, ജീവശാസ്ത്ര നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വന്നപ്പോഴാണ് ഈ രോഗി, നിരീശ്വരവാദിയായ വ്യക്തി സുഖപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ആരാണ് പ്രവർത്തിച്ചത് എന്ന് അദ്ദേഹം മറുപടി പറയേണ്ടതായിട്ട് വരും. എന്താണ് അതിൻ്റെ ഉത്തരം? എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ പൊതുവായ കൃപയാണ്, ദൈവത്തിൻ്റെ കോമൺ ഗ്രേസ് ആണ്. നമുക്കറിയാം, ദൈവം സൂര്യനെയും മഴയൊക്കെ നമുക്ക് തരുന്നത് പോലെ തന്നെ നമ്മുടെ ശരീര സൗഖ്യത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനായിട്ട് പല സസ്യങ്ങളെയും പല കാര്യങ്ങളെയും ഈ പ്രകൃതിയിൽ വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങൾ 104:14 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യൻ്റെ ഉപയോഗത്തിന് സസ്യവും മുളപ്പിക്കുന്നു. മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യൻ്റെ ഉപയോഗത്തിന് സസ്യങ്ങളും മുളപ്പിക്കുന്നു. അങ്ങനെ ദൈവം ഈ ഭൂമിയിൽ നമ്മുടെ ശരീര സൗഖ്യത്തിനു വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി പല കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതെല്ലാവരുടെയും ആരോഗ്യത്തിനാണ്. വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സൗഖ്യത്തിനു വേണ്ടി. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെ മേലും അവൻ മഴ അയക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവം ഈ സസ്യാദികളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടിയാണ്. എസെക്കിയേൽ പ്രവചനം 47:12 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവയുടെ ഫലം ആഹാരത്തിനും ഇല ഔഷധത്തിനും ആയിരിക്കും. എസെക്കിയേൽ 47:12 അവയുടെ ഫലം ആഹാരത്തിനും ഇല ഔഷധത്തിനുമായിരിക്കും. ഇവിടെ നമ്മൾ അതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ മില്ലനിയൽ കിങ്ഡം, സഹസ്രാബ്ദ വാഴ്ചയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രവചന രൂപത്തിൽ ഇവിടെ എസെക്കിയേൽ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത് നടക്കുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇത് കാണുന്നു. ജീവവൃക്ഷത്തിൻ്റെ ഫലങ്ങൾ, ജീവവൃക്ഷത്തിൻ്റെ ഫലങ്ങളും ജീവവൃക്ഷത്തിൻ്റെ ഇലകളും ഇത് ജാതികൾക്ക് സൗഖ്യത്തിന് അല്ലെങ്കിൽ
ഔഷധത്തിന് കാരണമായി തീരുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താ വ്യക്തമാകുന്നത്? ദൈവം പ്രകൃതിയിൽ ഔഷധ ഗുണമുള്ള പല കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഔഷധ ഗുണമുള്ള മനുഷ്യൻ്റെ ആരോഗ്യത്തിനും മനുഷ്യൻ്റെ സൗഖ്യത്തിനും പല കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിൽ മനുഷ്യൻ അത് കണ്ടെത്തി എന്ന് മാത്രം. ഇത് ദൈവം തന്നെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ പല ശാസ്ത്രജ്ഞന്മാർ, ദൈവം ബുദ്ധി കൊടുത്ത ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടെത്തി എന്ന് മാത്രം. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ പൊതു കൃപയുടെ കോമൺ ഗ്രേസിൻ്റെ ഭാഗമാണ്. അപ്പോൾ വൈദ്യശാസ്ത്രവും ദൈവവും രണ്ടും രണ്ടല്ല. അതിനെ വേർപെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഇത് രണ്ടും ഒരേ കാര്യമാണ്. വൈദ്യശാസ്ത്രത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രത്തോളം ഔഷധ ഗുണങ്ങളുള്ള കാര്യങ്ങൾ പ്രകൃതിയിൽ വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ അതാണ് അതിന് മറുപടി. അതാണ് അതിൻ്റെ രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത്. മെഡിക്കൽ സയൻസ് ഇസ് എ ഡിസ്കവറി ഓഫ് ഗോഡ്സ് ഗ്രേസ്. വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൊതു കൃപയുടെ ഒരു കണ്ടെത്തലാണ്, അല്ലെങ്കിൽ പൊതു കൃപയുടെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, എന്തിനാണ് നമ്മൾ വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്നത്? അതിൻ്റെ മൂന്നാമത്തെ ഒരു വാദം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. എന്താണ്? വൈദ്യശാസ്ത്രത്തിന് വ്യക്തമായ തിരുവചന മാതൃകയുണ്ട്. ഉണ്ടോ? വൈദ്യശാസ്ത്രം മനുഷ്യൻ ഉപയോഗിച്ചതിന് വ്യക്തമായ തിരുവചന മാതൃകയുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങുന്നത്. എവിടെയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്? ഒന്ന് പറയാമോ? വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു ഉദാഹരണം പറയാൻ സാധിക്കുമോ? ഒരു ഉത്തരം ഇവിടെ വന്നു. വേറെ ആർക്കെങ്കിലും ഈ സൈഡിൽ നിന്ന്? തിമോത്തിയോസിന് വീഞ്ഞും കൂടെ സേവിക്കണം. കറക്റ്റ്. എവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? 1 തിമോത്തിയോസ് 5:23. 1 തിമോത്തിയോസ് 5:23 ഒന്ന് വായിക്കാം. 1 തിമോത്തിയോസ് 5:23. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക. വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയ്ക്കും ക്ഷീണത്തിനും വീഞ്ഞും കൂടെ സേവിച്ചു കൊള്ളുക. ഇതാരാ പറയുന്നേ? അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസ് ആരാണ്? നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനായിരുന്നോ? രോഗശാന്തി വരമുള്ള മനുഷ്യനായിരുന്നു. അത്ഭുത രോഗശാന്തിക്ക് വരമുള്ള അപ്പോസ്തലൻ. ഇന്ന് അപ്പോസ്തലിക കാലഘട്ടം കഴിഞ്ഞു പോയി. ഇന്ന് അപ്പോസ്തലന്മാരില്ല. 1-ാം നൂറ്റാണ്ടിൽ ആ രോഗശാന്തി വരം ദൈവവചനത്തെ ഉറപ്പിക്കുവാനായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് അന്നുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നോക്കുക, അപ്പോസ്തലൻ പലരെയും അത്ഭുത രോഗശാന്തി വരത്തിലൂടെ പലരെയും സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അപ്പോസ്തലൻ എന്ത് കഴിയുന്നില്ല? ഇവിടെ ആ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ ദൈവം അതിനെ അനുവദിക്കുന്നില്ല. ദൈവം അതിനെ അപ്പോസ്തലനെ അനുവദിക്കുന്നില്ല. മറിച്ച് അന്നുണ്ടായിരുന്ന മരുന്ന് എടുത്തു കൊടുക്കുക. വീഞ്ഞെന്ന് പല രോഗത്തിനും സൗഖ്യത്തിനും അന്ന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത്രയും വലിയവനായ അപ്പോസ്തലൻ, രോഗശാന്തി വരമുള്ള വലിയ അപ്പോസ്തലനായ ഈ വലിയ മനുഷ്യൻ എന്തു ചെയ്യുകയാണ്? തിമോത്തിയോസിനോട്, വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിനോട് മെഡിസിൻ എടുത്തുകൊള്ളാൻ ആയിട്ട് പറയുകയാണ്. ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. യെശയ്യാവ് 38:21. യെശയ്യാവ് 38:21. അവിടെ ഹിസ്കിയ രാജാവിൻ്റെ ഒരു രോഗത്തെക്കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ യെശയ്യാവ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവം? നമുക്കെല്ലാവർക്കും അറിയാം. ഹിസ്കിയ രാജാവ് മരണാസന്നനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ താൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സൗഖ്യം വാഗ്ദാനം ചെയ്തു, അല്ലേ? അത് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം സൗഖ്യം വാഗ്ദാനം ചെയ്തു. പക്ഷേ വാഗ്ദാനം ചെയ്തിട്ട് എന്താ ദൈവം പറയുന്നേ? അവിടെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തുവാൻ,
ഒരു ചികിത്സ നടത്തി അത് ഭേദമാക്കുവാനാണ് പറയുന്നത്. അല്ലാതെ അത്ഭുതകരമായിട്ട് അതിനെ മാറ്റുക ദൈവത്തിന് തീർച്ചയായിട്ടും അത് സാധിക്കും. പക്ഷേ അവിടെയും ദൈവം ആ കാര്യം ചെയ്യുന്നില്ല. മറിച്ച് ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ വെച്ച് കെട്ടണം. അപ്പോൾ ഒരു വൈദ്യശാസ്ത്ര പ്രയോഗത്തിലൂടെ, ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ ദൈവം ഹിസ്കിയാ രാജാവിന് സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ ദൈവം എപ്പോഴും പലപ്പോഴും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അത്ഭുതങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷെ പലപ്പോഴും ദൈവം ഇങ്ങനെയാണ് പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഗോഡ് വർക്ക്സ് ത്രൂ സെക്കൻഡറി മീൻസ്. സെക്കൻഡറി ആയിട്ടുള്ള തൻ്റെ സൃഷ്ടിയിലൂടെ, പ്രകൃതിയിലൂടെ, മനുഷ്യരിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന് ദൈവവചനത്തിൽ മാതൃകയുണ്ട്. തിരുവചന അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കാര്യം പറയുവാനായിട്ട് സാധിക്കും. മാത്രമല്ല അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം ചേർന്ന് നിന്ന വ്യക്തിയാണ് ലൂക്കോസ്. ആരായിരുന്നു? വൈദ്യൻ. ഹി വാസ് എ മെഡിക്കൽ ഡോക്ടർ. പ്രിയ വൈദ്യനായ ലൂക്കോസ് എന്ന് താൻ സ്നേഹപൂർവ്വം പൗലോസ് സ്നേഹപൂർവ്വം ലൂക്കോസിനെ വിളിക്കുന്നു. വാസ്തവത്തിൽ ഏറ്റവും അധികം നാളുകൾ പൗലോസിനോടൊപ്പം യാത്ര ചെയ്ത വ്യക്തിയാണ് ഈ ലൂക്കോസ് എന്ന് പറയുന്നത്. ഏറ്റവും അധികം നാൾ, തൻ്റെ മരണസമയത്തും ഏറ്റവും അവസാന നാളുകളിലും ലൂക്കോസ് ഉണ്ടായിരുന്നു. ഒരിക്കലും ലൂക്കോസിനെ പൗലോസ് നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഈ ജോലി നീ ചെയ്യരുത് എന്ന് പറഞ്ഞതായിട്ട് എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ കരുതുന്നത് പലപ്പോഴും പൗലോസിന് എന്തെങ്കിലും അസുഖം വന്നപ്പോൾ ലൂക്കോസിൻ്റെ സഹായമായിരുന്നു തേടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റവും അധികം നാൾ ലൂക്കോസ് ആയിരുന്നു പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചരിത്രത്തിലും ദൈവവചനത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് ദൈവം എന്തിനാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് എന്നതാണ്. എന്തിനാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്? അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പലപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഉദ്ദേശം? അവനിൽ വിശ്വസിക്കുക എന്നതായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ വാക്കുകൾ വിശ്വസിക്കുക എന്നതായിരുന്നു. ഈ രോഗശാന്തി വരം അപ്പോസ്തലന്മാർക്ക് കൊടുത്തതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം നിങ്ങളെ ദൈവമക്കളെ എപ്പോഴും അത്ഭുതകരമായിട്ട് അവൻ രോഗസൗഖ്യം നൽകും, അല്ലെങ്കിൽ രോഗം സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിവുണ്ട് എന്നൊക്കെ കാണിക്കുവാനല്ല കർത്താവും അപ്പോസ്തലന്മാരും രോഗത്തെ സൗഖ്യമാക്കിയത്, അത്ഭുതം പ്രവർത്തിച്ചത്. എന്നാൽ അതിലുപരിയായിട്ട് എന്തിനാണ് അവർ അത്ഭുതം പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വാക്കുകൾ ഉറപ്പിക്കുവാൻ. പ്രത്യേകിച്ച് പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവവചനം ഇല്ലാതിരുന്ന, എഴുതപ്പെട്ട ദൈവവചനം വാമൊഴിയായിട്ട് മാത്രം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇന്ന് എഴുതപ്പെട്ട ദൈവവചനമുണ്ട്. അപ്പോൾ എഴുതപ്പെടാത്ത കാലഘട്ടത്തിൽ ഇവർ പറയുന്ന വാക്കുകൾ, അപ്പോസ്തലന്മാരും കർത്താവും പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് സുവിശേഷത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, സുവിശേഷം വിശ്വസിക്കേണ്ടതിന് ഈ അത്ഭുതങ്ങൾ ആ സമയത്ത് പ്രവർത്തിച്ചതായിട്ട്, കർത്താവും അപ്പോസ്തലന്മാരും പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് അതിന് ആധാരമായിരിക്കുന്ന വാക്യം ഒന്ന് നോക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴി? നോക്കുക, അവിടെ രക്ഷയുടെ സന്ദേശം എങ്ങനെയാണ് ഉറപ്പിക്കപ്പെട്ടത് എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എബ്രായ ലേഖനകാരൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് താൻ അരുളി ചെയ്തതും കേട്ടവർ, കർത്താവിൽ നിന്ന് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. അപ്പോൾ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ആ കർത്താവിൽ നിന്ന് കേട്ട അപ്പോസ്തലന്മാർ അത് നമുക്ക് ഉറപ്പിച്ചു തന്നു. എങ്ങനെയാണ് ഉറപ്പിച്ചു തന്നത്? അതെങ്ങനെയാണ്? ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ
വീര്യപ്രവർത്തികളാലും സാക്ഷി നിൽക്കുകയും ചെയ്തതുകൊണ്ട്. അപ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾക്കൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നതായിരുന്നു ദൈവവചനത്തെ ഉറപ്പിക്കുക. അതുകൊണ്ടാണ് കൃപാവരങ്ങളിൽ നിന്ന് അടയാള വരങ്ങളില്ല എന്ന് പറയപ്പെടുന്നത്. രോഗശാന്തി വരം, പിന്നെ ഭാഷാവരം, ഭാഷയുടെ വ്യാഖ്യാനം, പ്രവചനവരം തുടങ്ങിയ വരങ്ങളൊന്നും ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതുതന്നെയാണ്. തീർച്ചയായിട്ടും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, പക്ഷേ ഇത് രോഗശാന്തി വരം ഇന്ന് നിലനിൽക്കുന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇന്ന് ഉറപ്പിക്കപ്പെട്ട ദൈവവചനം നമ്മുടെ കരങ്ങളിലുണ്ട്. അന്ന് അതില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത്ഭുതങ്ങൾ അത്യാവശ്യമായിരുന്നു. അല്ലാതെ ദൈവത്തിൻ്റെ രോഗം സൗഖ്യമായിട്ട് ആക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ രോഗസൗഖ്യം ദൈവം എല്ലാവർക്കും കൊടുക്കും, അത്ഭുതകരമായി കൊടുക്കും എന്ന് സന്ദേശം നൽകാനല്ല, മറിച്ച് ദൈവവചനത്തെ ഉറപ്പിക്കുവാനാണ്. ഇവിടെ 2 തിമോത്തിയോസ് 4:20 പൗലോസ് ഒരു കാര്യം അവിടെ നമുക്ക് പറയുന്നൊരു കാര്യം കാണാൻ സാധിക്കുന്നത്. 2 തിമോത്തിയോസ് 4:20 ഒന്ന് വായിക്കാമോ? 2 തിമോത്തിയോസ്. എരസ്തോസ് കൊരിന്തിൽ താമസിച്ച് ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടയച്ചു പോന്നു. അപ്പോൾ നോക്കുക, ത്രോഫിമോസിനെ ഞാൻ മിലേത്തോസിൽ രോഗിയായി വിട്ടയച്ചു പോന്നു. നേരത്തെ തിമോത്തിയോസിനോട് മെഡിസിൻ എടുക്കാൻ പറഞ്ഞ പൗലോസ് ഇവിടെ ത്രോഫിമോസിനെ ഞാൻ മിലേത്തോസിൽ രോഗിയായിട്ട് വിട്ടയച്ചു പോന്നു. പൗലോസിന് അതൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നർത്ഥം. ഈ രോഗശാന്തി വരം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ, അത് നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എന്ത് സംഭവിച്ചു? ത്രോഫിമോസിനെ അവിടെ രോഗിയായിട്ട് വിട്ടയച്ചു പോന്നു. ഒരുപക്ഷെ ഈ തിമോത്തിയോസിനോട് പറഞ്ഞ എന്തെങ്കിലും നിർദ്ദേശം ത്രോഫിമോസിനോട് പറഞ്ഞിട്ടായിരിക്കും പൗലോസ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് പോലും തനിക്കിഷ്ടമുള്ളപ്പോഴൊന്നും ഈ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ ദൈവം അനുവദിച്ച സാഹചര്യങ്ങളിൽ വചനത്തെ ഉറപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്നില്ല, അത്ഭുത രോഗശാന്തി നൽകണമെന്നില്ല. അത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചരിത്രത്തിൽ ദൈവം അത് ഉപയോഗിച്ചത്. അതെല്ലാ കാലഘട്ടത്തിലും അങ്ങനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ എല്ലാ സാഹചര്യത്തിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 5-ാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ചരിത്രപരമായി നോക്കിയാൽ ഇവർ പലപ്പോഴും ഈ നിരീശ്വരവാദികൾ ക്രിസ്ത്യാനികളെ കളിയാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത്. നിങ്ങൾ ആശുപത്രിയിൽ പോകുന്നു, നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ വിശ്വസിക്കുന്നതിൽ മണ്ടത്തരമാണ്, യേശു നിങ്ങളെ സുഖപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാനാണല്ലോ ഈ വാദം ഉന്നയിക്കുന്നത്. എന്നാൽ ചരിത്രപരമായി നോക്കിയാൽ ഒരുപക്ഷെ ചരിത്രം ശരിക്കും പഠിച്ചാൽ ഒരു നിരീശ്വരവാദി ക്രിസ്ത്യാനിയായിട്ട് മാറും. അതിൻ്റെ കാരണം എന്താ അറിയാമോ? ഈ മോഡേൺ മെഡിസിൻ്റെ ഒക്കെ അതിൻ്റെ അടിസ്ഥാനം പാകിയത് ക്രൈസ്തവർ തന്നെ ആയിരുന്നു. അതിൻ്റെ അടിത്തറ പാകിയത് ക്രൈസ്തവർ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ ക്രൈസ്തവർ തന്നെയാണ് ആശുപത്രികൾ കണ്ടുപിടിച്ചത്. വാസ്തവത്തിൽ ഒരു നിരീശ്വരവാദി കേൾക്കുകയാണെങ്കിൽ അവന് പിന്നെ ആശുപത്രിയിൽ പോകാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ക്രിസ്തുവിനെ ആശ്രയിക്കുന്ന ആളുകളാണ് വാസ്തവത്തിൽ ഈ മോഡേൺ മെഡിസിന് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പുരാതന ലോകത്ത് പലപ്പോഴും നമ്മൾ കണ്ടിരുന്നത് ഈ രോഗികളെയും പീഡിതരെയും ഒക്കെ പലപ്പോഴും മരിക്കാനായിട്ട് ഉപേക്ഷിക്കുക എന്ന് മാത്രമായിരുന്നു പുരാതന ലോകത്ത് പലരും ചെയ്തിരുന്നത്. എന്നാൽ ക്രൈസ്തവരാണ് ഇതിന് ഒരു മാറ്റം കൊണ്ടുവന്നത്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഒരു ക്രൈസ്തവ ബിഷപ്പായ ബേസിൽ AD 369 ജീവിച്ചിരുന്ന ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഒരു മൂപ്പനായിരുന്ന സഭാപിതാവായിരുന്ന ബേസിൽ, അദ്ദേഹമാണ് ചരിത്രത്തിലെ ആദ്യത്തെ ആശുപത്രി സമുച്ചയം സ്ഥാപിച്ചത്. ചരിത്രത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണ്. ഈ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ ക്രിസ്ത്യാനികളെ പലരും കളിയാക്കുന്നത്. ക്രൈസ്തവർ മുഖാന്തരമാണ് ഈ വൈദ്യശാസ്ത്രം ഒക്കെ വളരെയധികം പുരോഗമിച്ചത്. ഇനി പല പേരുകൾ കേൾക്കുമ്പോൾ
ഒരുപക്ഷെ നമുക്ക് തന്നെ അത് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ ബേസിൽ ആണ് ആദ്യത്തെ ആശുപത്രി സമുച്ചയം സ്ഥാപിച്ചത്. അതിൽ ആ സമുച്ചയത്തിൽ ഈ ഡോക്ടേഴ്സിനുള്ള പ്രത്യേക ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. രോഗികൾക്കുള്ള പ്രത്യേക വാർഡുകൾ AD 369 ഇത് നടക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ ഇന്ന് കാണുന്ന ആ ആശുപത്രികളുടെ ആദ്യ മോഡൽ ഒരു ക്രൈസ്തവൻ മുഖാന്തരമാണ് തുടങ്ങുന്നത്. അപ്പോൾ വിവിധ വാർഡുകൾ, അതുപോലെ കുഷ്ഠരോഗികൾക്കായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളും വാർഡുകളും പുനരധിവാസ കേന്ദ്രങ്ങൾ, ഇതൊക്കെ അന്നത്തെ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രം പറയുന്നു. ഇനി വേറൊരു വ്യക്തിയെക്കുറിച്ച് നമ്മളിങ്ങനെയാണ് കാണുന്നത്. AD 390 ഫാബിയോള എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ വനിത, ഫാബിയോള. ആ ക്രൈസ്തവ വനിതയുടെ സമ്പത്ത് മുഴുവൻ ഉപയോഗിച്ച് പടിഞ്ഞാറൻ യൂറോപ്പിലെ ആദ്യത്തെ പൊതു ആശുപത്രി സ്ഥാപിച്ചു. പടിഞ്ഞാറൻ യൂറോപ്പിലെ ആദ്യത്തെ പൊതു ആശുപത്രി സ്ഥാപിച്ചതായിട്ട് ചരിത്രം പറയും, തൻ്റെ സമ്പത്ത് മുഴുവൻ ഉപയോഗിച്ച്. അപ്പോൾ പ്രത്യേകിച്ച് റോമാ സാമ്രാജ്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളെയും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെയും ശുശ്രൂഷിക്കുവാൻ വേണ്ടി, ധനികരായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കാനല്ല, ഉപേക്ഷിക്കപ്പെട്ടവരെയും പാവപ്പെട്ടവരെയും ശുശ്രൂഷിക്കുവാൻ വേണ്ടി, അവരുടെ രോഗം സൗഖ്യമാക്കുവാൻ വേണ്ടി ആണ് ഈ ഫാബിയോള എന്ന ക്രൈസ്തവ വനിത തൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് പടിഞ്ഞാറൻ യൂറോപ്പിലെ ആദ്യത്തെ ആശുപത്രി പണിത്. അപ്പോൾ ഇവിടെ നിന്നെല്ലാമാണ് മോഡേൺ മെഡിസിൻ്റെ പിന്നെയുള്ള ചരിത്രം, അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ശാസ്ത്രലോകത്തേക്ക് നോക്കിയാൽ അനേക ആധുനിക ശാസ്ത്രജ്ഞന്മാർ, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന പല വ്യക്തികളും ക്രിസ്ത്യാനികളായിരുന്നു. അവർക്കാർക്കും അവർ കൂടുതൽ പഠിച്ചപ്പോൾ ഈ ദൈവത്തെ ഉപേക്ഷിക്കുവാനായിട്ട് തോന്നിയില്ല, ബൈബിൾ കെട്ടുകഥയാണെന്ന് തോന്നിയില്ല. മറിച്ച് കൂടുതലായിട്ട് അവർ ബൈബിളിൽ വിശ്വസിക്കുകയാണ് ഉണ്ടായത്. അവർ കൂടുതൽ നല്ല ക്രിസ്ത്യാനികളായിട്ട് മാറി എന്ന് ചരിത്രം പറയുന്നു. വേറെ എവിടെയും പോകേണ്ട, നമുക്കറിയാം സർ ഐസക് ന്യൂട്ടൺ, ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ശാസ്ത്രജ്ഞനായി അറിയപ്പെടുന്ന ഐസക് ന്യൂട്ടൺ. വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ ഐസക് ന്യൂട്ടൻ്റെ ചരിത്രം എടുത്താൽ ഭൗതികശാസ്ത്രവും ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, അതാണല്ലോ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത്, ഭൗതികശാസ്ത്രവും ഗണിതശാസ്ത്രവും. അനേക കണ്ടുപിടുത്തങ്ങൾ ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അനേക പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എന്നാൽ അത്ഭുതകരമായ കാര്യം, ഇദ്ദേഹം ഈ ഭൗതികശാസ്ത്രത്തെയും ഗണിതശാസ്ത്രത്തെയും കുറിച്ച് എഴുതിയതിനേക്കാൾ അധികം കാര്യങ്ങൾ ദൈവശാസ്ത്രത്തെ പറ്റിയും സഭാചരിത്രത്തെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇത് കാണാതെ പോകുന്നൊരു ചരിത്രമാണ്. അദ്ദേഹം നല്ലൊരു തിയോളജിയൻ കൂടിയായിരുന്നു. അദ്ദേഹം തൻ്റെ ഫീൽഡിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും എഴുതുകയൊക്കെ ചെയ്തു. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ദൈവശാസ്ത്രത്തെയും സഭാചരിത്രത്തെയും കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിയുള്ള ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒരിക്കലും ബൈബിൾ തെറ്റാണെന്ന് താൻ ഒരിക്കലും പറഞ്ഞില്ല. മാത്രമല്ല, അദ്ദേഹം വിശ്വസിച്ചിരുന്നത്, അദ്ദേഹം ഇങ്ങനെയാണ്, he believed the solar system could only proceed from the counsel and dominion of an intelligent and powerful being. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ബുദ്ധിമാനും ശക്തനുമായ ഒരു അസ്തിത്വത്തിൻ്റെ ആലോചനയിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും മാത്രമേ സൗരയൂഥം ഉണ്ടാക്കുവാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. The solar system could only proceed from the counsel and dominion of an intelligent and powerful being. നോക്കുക, അദ്ദേഹം കൂടുതൽ പഠിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. എന്താണ്? ഇതിൻ്റെ പിന്നിലെല്ലാം വളരെ ബുദ്ധിയുള്ള, വളരെ ശക്തിയുള്ള ഒരു വ്യക്തിയുണ്ട്. ഒരിക്കലും ബൈബിൾ അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല, കൂടുതൽ അദ്ദേഹം വിശ്വസിക്കുകയാണ് ഉണ്ടായത്. ബ്ലേസ് പാസ്കൽ, നമുക്കറിയാം, മികച്ച ഗണിത ശാസ്ത്രജ്ഞനാണ് ബ്ലേസ് പാസ്കൽ. അദ്ദേഹം തൻ്റെ ഒരു കൃതിയിൽ അദ്ദേഹം ഇങ്ങനെയാണ്
ഹി എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. ഹി എക്സ്പീരിയൻസ്ഡ് എ പ്രൊഫൗണ്ട് സ്പിരിച്വൽ കൺവേർഷൻ ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ദ ഹാർട്ട് ഹാസ് റീസൺ ദാറ്റ് റീസൺ കനോട്ട് നോ. അപ്പോൾ മനുഷ്യ യുക്തിക്കും മുക്തിക്കും അതീതമായ പല കാര്യങ്ങളും ഉണ്ട്, അത് ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ബ്ലേസ് പാസ്കൽ മനസ്സിലാക്കി. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലക്സാണ്ടർ ഫ്ലെമിംഗ്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. മാത്രമല്ല ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹവും ഒരു ക്രിസ്ത്യാനി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെന്ന് പറഞ്ഞാൽ പേവിഷബാധ, ആന്ത്രാക്സ് തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിൻസ് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ദ മോർ ഐ സ്റ്റഡി നേച്ചർ, the more I stand amazed at the work of the Creator. The more I study nature, the more I stand amazed at the work of the Creator. ഞാൻ പ്രകൃതിയെ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം സൃഷ്ടാവിൻ്റെ പ്രവൃത്തിയിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. നോക്കുക, ശരിയായ നിലയിൽ പ്രകൃതി നിയമങ്ങളെക്കുറിച്ചും ജൈവശാസ്ത്ര നിയമങ്ങളെക്കുറിച്ചുമൊക്കെ ശരിയായ നിലയിൽ പഠിച്ച വ്യക്തികളൊക്കെ ഇതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ദൈവത്തിൻ്റെ ഈ കരവിരുതിൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഈ പട്ടിക ഇങ്ങനെ നീളുകയാണ്. എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. വൈദ്യശാസ്ത്ര മേഖലയിൽ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ, ഗണിതശാസ്ത്രത്തിൽ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ, മറ്റ് മേഖലകളൊക്കെ എക്സൽ ചെയ്തിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ ചരിത്രം എടുത്താൽ അവരാരും ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. മറിച്ച് ഇത് ദൈവം പ്രകൃതിയിൽ വച്ചിരിക്കുന്ന കാര്യമാണ്, മനുഷ്യൻ്റെ പൊതു നന്മയ്ക്ക് ദൈവം ഇത് വച്ചിരിക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് വിശ്വാസികളായ ക്രിസ്ത്യാനികളായ നമ്മൾ വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അത്രയും പറഞ്ഞ് ഇത് വളരെ ഇങ്ങനെ പറയാൻ തുടങ്ങി വളരെ വിപുലമായിട്ട് അത് ദീർഘമായിട്ട് പോകും. നമ്മുടെ സമയം ഏകദേശം അവസാനിക്കാറായല്ലോ. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് എന്താണ്? ദ ഡോക്ട്രിൻ ഓഫ് സെക്കൻഡറി കോസസ്, ദ്വിതീയമായ കാരണങ്ങളുടെ ഉപദേശം. ദൈവം പല ഉപാധികൾ, പ്രകൃതിയിലുള്ള പല ഉപാധികൾ ഉപയോഗിച്ച് ദൈവം പ്രവർത്തിക്കുന്നതായിട്ട്, ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രകൃതിയിലെ ഉപാധികൾ ഉപയോഗിച്ച് തന്നെ ദ്വിതീയമായ കാരണങ്ങളുടെ സഹായം കൊണ്ട് മനുഷ്യൻ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രമാണ് മനുഷ്യൻ പലപ്പോഴും നിസ്സഹായമായ അവസ്ഥയിൽ മാത്രമാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട്, മെഡിക്കൽ സയൻസ് ഇസ് എ പാർട്ട് ഓഫ് ഗോഡ്സ് കോമൺ ഗ്രേസ്. വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൊതുകൃപയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇത് രണ്ടല്ല. ദൈവം തന്നെയാണ് വൈദ്യശാസ്ത്രത്തിന് പിന്നിലുള്ളത്. പ്രകൃതിയിൽ ഔഷധ ഗുണമുള്ള പല കാര്യങ്ങൾ അത് മനുഷ്യൻ്റെ ഗുണത്തിനായിട്ട് ദൈവം ആക്കി വച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത്, ദൈവവചനത്തിൽ അതിന് കൃത്യമായ മാതൃകയുണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അതിന് മാതൃകയുണ്ട്. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് അത് പറയുന്നു. രോഗശാന്തി വരമുള്ള പൗലോസ് തിമോത്തിയോസിനോട് മെഡിസിൻ്റെ സഹായം തേടാനായിട്ട് പറയുകയാണ്. ഇനി ഹെസക്കിയാവിൻ്റെ ജീവിതത്തിൽ അവിടെ ഒരു വൈദ്യശാസ്ത്ര പ്രക്രിയയിലൂടെ ഹെസക്കിയാവിൻ്റെ രോഗം മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി നാലാമതായിട്ട്, അത്ഭുതങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങൾക്ക് പിന്നിൽ പ്രത്യേകമായ ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ നിറവേറ്റേണ്ട സാഹചര്യത്തിൽ മാത്രമേ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ രോഗശാന്തി വരം പോലെയുള്ള അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചത്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം പ്രവർത്തിച്ചത് എന്തിനാണ്? ദൈവവചനത്തെ ഉറപ്പിക്കുവാൻ. എഴുതപ്പെടാത്ത ദൈവവചനത്തെ ഉറപ്പിക്കുവാൻ, അത് രേഖയാക്കി നമ്മുടെ കൈകളിൽ ലഭിക്കേണ്ടതിന് ദൈവം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ
ഒക്കെ ഉപയോഗിച്ചു എന്നും കാണാൻ സാധിക്കുന്നു. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ കണ്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെൻറ്റ്, ചരിത്രപരമായ ഒരു കാര്യം കൂടെയുണ്ട്. ചരിത്രപരമായി നോക്കിയാൽ ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാം തറക്കല്ലിട്ടത് ക്രിസ്ത്യാനികളാണ്. പ്രത്യേകിച്ച് ആശുപത്രികൾ, പല രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, ഇതൊക്കെ കണ്ടുപിടിച്ചത് ക്രിസ്ത്യാനികളാണ്. അവർ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആ അത്ഭുതകരമായ, അതിന് പിന്നിൽ അത്ഭുതകരമായ ബുദ്ധിയും ശക്തിയുമാണ് അവർ തിരിച്ചറിഞ്ഞത്. അവർ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വരുന്ന നാളുകളിൽ ഇതുപോലുള്ള വാദങ്ങൾ പലരും ഉന്നയിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ബൈബിൾ നമ്മൾ വിശ്വസിക്കുകയും അതേസമയം പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും ദൈവനാമം ദുഷിക്കപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ വരുന്ന ആളുകൾ കൂടുതൽ ഇത് പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് ഒരു മറുപടി പറയുവാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വ്യത്യസ്തമായ ഒരു ആശയത്തിലൂടെ നാം ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുകയായിരുന്നു. വേദപുസ്തകത്തെക്കുറിച്ചൊരു പരാമർശമുള്ളത്, ഇറ്റ് ഇസ് എ ബുക്ക് ഇൻക്ലൂഡ് ഓൾ ദ സീക്രട്സ് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന. മെഡിക്കൽ സയൻസിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ സീക്രട്ടുകളെല്ലാം അടങ്ങിയിരിക്കുന്നൊരു പുസ്തകമായിട്ടാണ് ദൈവവചനത്തിലുള്ളത്. ഇന്ന് നാം അനുവർത്തിച്ച് വരുന്ന എല്ലാ മെഡിക്കൽ സ്റ്റൈലുകളും ചികിത്സാ രീതികളും ദൈവവചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. ദൈവവചനത്തിൽ ഇല്ലാത്തതൊന്നും ഇല്ല. ദൈവവചനം വായിക്കാൻ പറ്റുന്ന ഒരു ബൈബിളല്ല, ഒരു പുസ്തകമല്ല. അത് വ്യത്യസ്തമായി പഠിക്കാനുള്ളൊരു പുസ്തകമാണ്. ശാസ്ത്രപരമായി, മെഡിക്കൽ പരമായി, ഹിസ്റ്റോറിക്കലായിട്ട് ഈ നിലയിൽ ദൈവവചനം പഠിക്കുമ്പോഴാണ് നമ്മുടെ വേദപുസ്തകത്തിൻ്റെ, ബൈബിളിൻ്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, വെറുതെ എഴുതി വെച്ച 66 പുസ്തകങ്ങളല്ല ദൈവവചനം. മനുഷ്യ ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. ഒരു വാഹനം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആക്സസറീസ് ഉണ്ടാക്കും. അതിൻ്റെ ആവശ്യമുള്ള ഗ്രീസ്, അതിനാവശ്യമുള്ള സകല സാധനങ്ങളും അതിനോട് ചേർന്നുണ്ടാക്കും. കാരണം ഈ വാഹനം ഓടുമ്പോൾ ഇന്നിന്ന ഭാഗങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരുമെന്ന് കമ്പനിക്കറിയാം. ഒരു മനുഷ്യ ശരീരത്തെ ദൈവം ഉണ്ടാക്കി വെച്ചപ്പോൾ അത് ആ ഓട്ടം തുടങ്ങുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെ വീക്ക് ഉണ്ടാകും എന്ന് കർത്താവിനറിയാം. അതിനനുസരിച്ചുള്ള മെഡിസിനും ഈ ലോകത്തിൽ തന്നെ ദൈവം ഒരുക്കി. കാലത്തിൻ്റെ തികവിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക്, അന്വേഷണ കുതികൾക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു. അവരത് കണ്ടുപിടിച്ചു. അവരാരും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയെടുത്തതല്ല ഈ മെഡിസിനൊക്കെ, ഈ കാഴ്ചപ്പാടുകളെല്ലാം. അവരെല്ലാം ദൈവവചനത്തിലേക്ക് ചെന്ന് അതിൻ്റെ ആഴങ്ങളിൽ നിന്ന് പറക്കിയെടുത്ത മുത്തുകൾ തന്നെയാണ് ഈ യാഥാർത്ഥ്യങ്ങൾ. അത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ദൈവവചനം സത്യമായി വിശുദ്ധമായി തന്നെ തുടരുന്നു. ഈ ആശയം ഇന്ന് രാത്രിയിലും ചുരുക്കമായി നമുക്ക് കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവവചനം വളരെ വ്യത്യസ്തമായ നിലയിൽ പഠിക്കുവാനും ഗ്രഹിക്കുവാനും നമുക്ക് തന്നെ അത് ഒരു നോട്ടുണ്ടാക്കുവാനും മറ്റുള്ളവർക്കത് പഠിപ്പിച്ചു കൊടുക്കുവാനും, പ്രത്യേകിച്ചും സമൂഹം ദൈവവചനത്തെയും ദൈവമക്കളെയും ഈ കാര്യങ്ങളിലൊക്കെ നിശ്ചിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു സുഖപ്പെടാൻ കഴിയുമെങ്കിൽ മരുന്നെടുക്കുന്നത് എന്തിനാ? ആ ചോദ്യം തന്നെ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. ദൈവം വെച്ച വ്യവസ്ഥയാണ് മെഡിസിൻ എന്ന് പറയുന്നത്. എന്നാൽ മെഡിസിനേക്കാൾ അപ്പുറം അത് ചെയ്യുമ്പോൾ അതിൽ സർവശക്തൻ്റെ കരം ആവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ് വാഗ്ദത്തം. തീർച്ചയായിട്ടും ആ ദൈവകൃപ ഇന്ന് രാത്രിയിൽ നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഇടയായല്ലോ. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള അനേക വിഷയങ്ങൾ അനേക സ്ഥലങ്ങളിൽ പഠിപ്പിക്കുവാൻ, അത് അനേകർക്ക് അനുഗ്രഹമാകുവാൻ കർത്താവിൻ്റെ ദാസന് ദൈവം ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കും പ്രിയദാസനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത ആഴ്ചയും
നമുക്ക് വീണ്ടും ദൈവവചനം പഠിക്കുവാൻ, ചിന്തിപ്പാൻ നമുക്ക് കടന്നു വരാം. സന്തോഷത്തോടെ, ക്ഷേമത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ നിതിൻ ബ്രദറിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. നാം എല്ലാം പ്രിയദാസനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, നൽകിയ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാകുന്ന ഈ ദിവസം ഞങ്ങൾക്ക് വിവിധ ഇടങ്ങളിലായിരുന്നു. കർത്താവെ, അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി. അതിനുശേഷം ഈ വൈകുന്നേര സമയത്ത് കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ദൈവവചനം പഠിക്കുവാൻ ഞങ്ങളെ കൂട്ടിവരുത്തി കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, വിശേഷാൽ ഇന്ന് വൈകുന്നേരം കർത്താവെ, അങ്ങയുടെ വചനത്തിൽ നിന്നുള്ള ആത്മീയ സത്യങ്ങൾ കർത്താവിൻ്റെ ദാസിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകം അത് വല്ലാത്തൊരു ലോകമാണ്. ദൈവവചനത്തെ കർത്താവെ, ദൈവമക്കളെ പരിഹസിക്കുന്ന, കർത്താവെ, ദൈവവചനത്തെ ചോദ്യം ചെയ്യുന്ന, ദൈവിക വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന ഒരു ലോകത്തിലാണ് കർത്താവെ ഞങ്ങൾ ജീവിക്കുന്നത്. എങ്കിലും കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും പ്രതിവാദം പറവാൻ, സൗമ്യതയോടും ഭയഭക്തിയോടും കൂടെ പ്രതിവാദം പറവാൻ ഒരുങ്ങിയിരിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ഓർപ്പിക്കുമ്പോൾ, ആ നിലയിൽ കർത്താവെ, ദൈവവചനത്തിന് എതിരായി ഉയർന്നു വന്ന കർത്താവെ ആ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായി ദൈവവചനത്തിൽ നിന്ന് കർത്താവെ ഉത്തരങ്ങൾ കർത്താവെ നൽകുവാൻ തക്കവണ്ണം, അതിൻ്റെ ഉപദേശ സത്യങ്ങളെ വ്യക്തമായി പഠിപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ ഈ വൈകുന്നേരം അങ്ങ് എടുത്തുപയോഗിച്ച് വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിശേഷാൽ കർത്താവെ, ആ വൈദ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേട്ട വിഷയങ്ങൾ, കർത്താവെ, ദൈവമാണ് കർത്താവെ മരുന്ന് സൃഷ്ടിച്ചത്. കർത്താവെ, മനുഷ്യന് വേണ്ടി, അവൻ്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള എല്ലാവിധ കർത്താവെ സാധനങ്ങളും ഈ പ്രകൃതിയിൽ അങ്ങ് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഓരോ കാലഘട്ടത്തിൽ കർത്താവെ പല വ്യക്തികളിലൂടെ കർത്താവെ മനുഷ്യൻ്റെ നന്മയ്ക്കായി അങ്ങത് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആ നിലയിൽ കർത്താവെ, ഈ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കരുതിയിരിക്കുന്ന, തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടതൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി നൽകുന്ന വലിയ ദൈവത്തിൻ്റെ മക്കളാക്കി ഞങ്ങളെ തീർത്തിരിക്കാൻ, ആ വലിയ ദൈവം ഞങ്ങൾക്ക് ആശ്രയമായിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അപ്രകാരമുള്ള ദൈവവചനത്തിലെ സത്യങ്ങൾ വളരെ വ്യക്തമായി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവെ അങ്ങ് ഇടയാക്കിയല്ലോ. അതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, കേട്ട വചനങ്ങളെ ഞങ്ങൾ ഹൃദയത്തിൽ കരുതുവാൻ, കർത്താവെ, അങ്ങേ സ്നേഹിക്കുന്നവരായി, ഭയപ്പെടുന്നവരായി, ദൈവവചനത്തെ അധികമായി മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ ഭൂമിയിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ബലപ്പെടുത്തി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ ദാസനെ ഓർക്കുന്നു. കർത്താവെ, അങ്ങ് അനുഗ്രഹിക്കണം, സഹായിക്കണം. ഇനിയും കർത്താവെ, അങ്ങേക്ക് വേണ്ടി വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ അങ്ങയുടെ ദാസനെ തുടർന്നും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലെ സത്യങ്ങൾ കർത്താവെ അത് വിളമ്പുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ അങ്ങ് ബലപ്പെടുത്തി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ദൈവവചനം കേൾക്കുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണം, സഹായിക്കണം. കർത്താവെ, വിവിധ ആവശ്യങ്ങളുടെ മധ്യയായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ദൈവകൃപ അങ്ങ് നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെയോ പ്രയാസത്തിൻ്റെയോ മധ്യയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവെ, അവർക്ക് വേണ്ട ആശ്വാസവും സൗഖ്യവും അങ്ങ് പകർന്നു നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്ന ദൈവം അങ്ങ് ആയിരിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അപ്രകാരം കർത്താവെ അങ്ങ് പ്രിയപ്പെട്ടവർക്ക് വേണ്ട സൗഖ്യവും ആശ്വാസവും ഒക്കെ നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി, നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാരുണ്ട്, അവർക്കും വേണ്ട കൃപ അങ്ങ് നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. ഇനി ഞങ്ങൾ കാണും വരെയും കർത്താവെ അങ്ങയുടെ ചിറകടിയിൽ ഞങ്ങളെ കരുതി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനോമോത്വം എല്ലാം തൃപ്പാദപീഠത്തിൽ അർപ്പിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിച്ച് ഉത്തരമരുളണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആശീർവാദം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും ഇന്നു മുതൽ എന്നേക്കും നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.